നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓണാട്ടുകരയുടെ പരദേവതയായ ചെട്ടികുളങ്ങര ഭഗവതിയുടെ തിരുമുന്നിലാണ്. അശ്വതി നാളായ ഇന്ന് ക്ഷേത്രത്തിൽ പൊതുവെ തിരക്ക് കുറഞ്ഞ അവസ്ഥയാണ്. കരയിലുള്ളവർ കെട്ടുകാഴ്ച നിർമ്മാണത്തിന്റെ തിരക്കിലാകും ഇന്ന്. എന്നാൽ നാളെ ഇതേ സമയത്ത് ഇവിടെ തിരക്കോട് തിരക്കായിരിക്കും. മണ്ണ് നുള്ളിയിട്ടാൽ താഴെ വീഴാത്ത പോലെ ഭക്തജനങ്ങളുടെ തിരക്കാവും നാളെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ. ഐക്യത്തിന്റെയും സഹോദര്യത്തിന്റെയും കരക്കൂട്ടായ്മയുടെയും ഉത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. ഓണാട്ടുകരയുടെ പരദേവതയായ ചെട്ടികുളങ്ങര അമ്മയുടെ തിരുനാളായ കുംഭഭരണി ആഘോഷിക്കാൻ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി തന്നെ കഴിഞ്ഞു. ഭക്തർക്ക് സൗകര്യപ്രദമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചക്കണ്ടവും ഒരുങ്ങിക്കഴിഞ്ഞു. ദേശത്തിന്റെ അഭിമാനമുയർത്തി അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ നാളെ ഈ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്ന കാഴ്ച കാണാനാണ് ജനലക്ഷങ്ങൾ ചെട്ടികുളങ്ങരയിലേക്ക് ഒഴുകിയെത്തുന്നത്. കുംഭഭരണിയോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. കടകളിൽ സാധനങ്ങൾ അടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചില സ്ഥാപനങ്ങളിൽ കച്ചവടവും തുടങ്ങിയിട്ടുണ്ട്. പൊട്ട്, ചാന്ത്, കൺമഷി മുതലായ കാർഷിക വിളകളെല്ലാം ചെടികളും വസ്ത്രങ്ങളും എല്ലാം വിപണനത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. നാളെ രാവിലെ കുട്ടിയോട്ടങ്ങളും വൈകിട്ട് 13 കെട്ടുകാഴ്ചകളും അമ്മയെ വണങ്ങി അനുഗ്രഹം വാങ്ങാൻ ക്ഷേത്ര സന്നിധിയിലേക്കെത്തും. രാവിലെ 7 മുതൽ കുത്തിയോട്ട ഘോഷയാത്രകൾ ക്ഷേത്ര സന്നിധിയിലെത്തി വഴിപാട് ദേവിക്ക് സമർപ്പിക്കും. വൈകിട്ട് 4 മുതൽ കെട്ടുകാഴ്ചയുടെ വരവ് ആരംഭിക്കും. 7 മണിയോടെ 13 കെട്ടുകാഴ്ചകളും കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. കെട്ടുകാഴ്ചകൾ കരക്രമമനുസരിച്ച് നേർച്ചക്കണ്ടത്തിൽ അണിനിരന്ന ശേഷം രാത്രി 8-ന് ദീപാരാധനയും തുടർന്ന് കുംഭഭരണി മഹാസമ്മേളനവും നടക്കും. കുംഭഭരണി സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷനാകും. പുലർച്ചെ 3:30-ന് ദേവി കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ എഴുന്നള്ളി അനുഗ്രഹം ചൊരിയുന്നതോടെ ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് സമാപ്തിയാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര അവകാശികളായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെയും നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് സ്പിന്നിംഗ് മിൽ ചെയർമാനും പ്രദേശത്തെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖ നേതാവുമായ എ മഹേന്ദ്രനാണ്. കുംഭഭരണി മഹോത്സവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഓണാട്ടുകരയുടെ ദേശീയോത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ പ്രാധാന്യം കെട്ടുകാഴ്ചകൾ യുനെസ്കോ അംഗീകാരത്തിൻ്റെ പട്ടികയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കെട്ടുകാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദേശത്തിൻ്റെ ഗ്രാമീണത സംസ്കാരമാണ് ഈ കെട്ടുകാഴ്ചകൾ. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമാണ്. ശബരിമല കഴിഞ്ഞാൽ വരുമാനത്തിൽ ഏറ്റവും പ്രാധാന്യം നിൽക്കുന്നത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രമാണ്. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമൊക്കെ വളരെ വ്യത്യസ്തത ഉള്ളതാണ്. തികച്ചും ഗ്രാമീണ തലത്തിലുള്ളതും സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നതുമാണ് ചെട്ടികുളങ്ങരയുടെ കെട്ടുകാഴ്ചകളെന്ന് പറയുന്നു. 13 കെട്ടുകാഴ്ചകളാണ് ദേവീക്ഷേത്ര സന്നിധിയിൽ 13 കരക്കാർ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള തേരും കുതിരയുമാണ്. മറ്റൊന്ന് ഹനുമാനും ഭീമനുമാണ്. ഭീമൻ്റെ രൂപകൽപ്പന വളരെ ശില്പചാതുര്യമാർന്ന രൂപകൽപ്പനയാണ്. ലോകത്ത് ഒരു ദേശത്തും കാണാത്ത പ്രത്യേകത ഭീമനുണ്ട് എന്നുള്ളതാണ്. ബഗന് ചോറുമായി പോത്തുംപുറത്ത് യാത്ര ചെയ്യുന്നതാണ് ഭീമൻ്റെ വരവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. വളരെ ഭംഗിയായി ശില്പി, അതോടൊപ്പം തന്നെ ശില്പിയെ സഹായിച്ചവർ നല്ല ഭംഗിയായി വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതാണ്. അതിന്നും തന്നെ കാത്തു സൂക്ഷിച്ചു തന്നെ പോകുന്നു. അതുപോലെ തന്നെയാണ് ഹനുമാൻ സ്വാമി, അതിനോടൊപ്പം തന്നെയുള്ള പാഞ്ചാലിയുടെ രൂപം. ഇതെല്ലാം തന്നെ ലോകത്ത് ഒരു ക്ഷേത്രത്തിലും കാണാത്ത കെട്ടുകാഴ്ചകളുടെ ഭംഗിയാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ കാണുന്നത്. കൂട്ടായ്മ പ്രധാനമായിട്ടുണ്ട്. സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് ഇതിൻ്റെ പ്രാധാന്യമായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള ഈ കെട്ടുകാഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് സഹകരിക്കുന്നത്. ജാതിക്കതീതമായി, മതങ്ങൾക്കതീതമായി, വിശ്വാസങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു ദേശത്തിൻ്റെ ഉത്സവമായി ചെട്ടികുളങ്ങര ഭരണി കൊണ്ടാടുമ്പോൾ ലോകത്തിന് മാതൃകയാണ് ഈ ചെട്ടികുളങ്ങര ഭരണി കെട്ടുകാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.
ഇതിനോടനുബന്ധിച്ച് ഇവിടെ കുത്തിയോട്ട വഴിപാടുകൾ അനുഷ്ഠാനപരമായി നടക്കുന്ന ചടങ്ങാണ്. ശിവരാത്രിയിൽ ആരംഭിച്ച് അതിനുശേഷം ഭരണി നാളിൽ കുത്തിയോട്ട ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അതേപോലെ തന്നെയാണ് അത് കഴിയുമ്പോൾ കുംഭഭരണി കഴിഞ്ഞാൽ 13 കരക്കാരുടെ ഉത്സവം ഇവിടെ വളരെ ഭംഗിയായി ഉരുളിച്ചവരവ് എന്നാണ് ആ ഉത്സവത്തിനെ അറിയപ്പെടുന്നത്. 13 കരക്കാരുടെയും ഉത്സവം വളരെ ഭംഗിയായി തന്നെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി നടക്കുന്നു. അതിനുശേഷമാണ് മീനമാസത്തിൽ അശ്വതി. ഈ അശ്വതി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ചെട്ടുകുളങ്ങര ദേവി അമ്മയെ കാണാൻ വേണ്ടി കൊടുങ്ങല്ലൂരേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. ആ ദിവസം കുട്ടികൾ ഉണ്ടാക്കുന്ന കെട്ടുകാഴ്ചകൾ, ഏകദേശം 1000-ഓളം കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വെളുപ്പിനെയാണ് എഴുന്നള്ളത്ത് നടക്കുന്നത്. ആ എഴുന്നള്ളത്ത് കഴിഞ്ഞ് ചെട്ടുകുളങ്ങര ദേവി കൊടുങ്ങല്ലൂരേക്ക് യാത്ര തിരിച്ചു എന്നുള്ളതാണ് വിശ്വാസം. വളരെ ഹൃദയനിർഭരമായിട്ടുള്ള ചടങ്ങാണ് ക്ഷേത്രാങ്കണത്തിൽ അന്ന് നടക്കുന്നത്. ഇങ്ങനെ ഒട്ടേറെ സവിശേഷതയുള്ള ക്ഷേത്രമാണ്, പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രാമീണപരമായിട്ടുള്ള സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക്, ഒരു പുരോഗതിയിലേക്ക് ജനങ്ങളെ ആകെ കൂട്ടായ്മയുടെ ഭാഗമായി കൊണ്ടുപോകുന്ന ഒരു വലിയ മഹത്വം ഈ കെട്ടുകാഴ്ചയ്ക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.